അപ്പം നമ്മൾ കാലത്ത് തന്നെ ചുള്ളിച്ചൂണ്ട എടുത്തുകൊണ്ട് വന്ന് വീടിൻ്റെ വാതിക്കെ ഇരുന്ന് ചൂണ്ടയിടുക. കൾക്കട്ടലൊക്കെ നിന്നിട്ട്. ആറ്റി ചൂണ്ടയിട്ടിട്ട് വലിയ മീനൊന്നും കിട്ടുന്നൊന്നുമില്ല. വലിയ കൊത്തൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ നമ്മുടെ തൂമ്പുംകുയിലോട്ട് ഇറങ്ങി. തൂമ്പുകുയിലോട്ട് ഇറങ്ങിയത് നല്ല മഴയും പെയ്യാൻ തുടങ്ങി. പിന്നെ നമ്മൾ റെയിൻ കോട്ടൊക്കെ വലിച്ചു കയറ്റി ചൂണ്ടയിടാൻ തുടങ്ങി. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ചെമ്പല്ലി കിട്ടുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു തിലോപ്പിനെ കിട്ടിയായിരുന്നു. തിലോപ്പിനെ കിട്ടിയപ്പം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കിട്ടിക്കഴിഞ്ഞാണ് നമ്മൾ ഇതിൻ്റെ വീഡിയോ എടുത്തത്. അങ്ങനെ തിലോപ്പിനെയൊക്കെ നമ്മൾ എടുത്ത് പാത്രത്തിലിട്ടിട്ട് വീണ്ടും തീറ്റി എറിഞ്ഞ് ചൂണ്ടയിട്ട് അത് കഴിഞ്ഞ് നമുക്കൊരു ചെമ്പല്ലിനെ കിട്ടി. ആകെപ്പാടെ ഒരു ഊപ്പച്ചെമ്പല്ലായിരുന്നു കിട്ടിയത്. ഇതെല്ലാം കൂടി നമ്മൾ പെറുക്കി നമ്മുടെ പാത്രത്തിലോട്ട് എടുത്തിട്ട് അത് ഇത്ര കിട്ടിയുള്ളൂ. ഒരു കറിക്കുള്ളയായി. ഇത് നല്ല മുഴുത്ത തിലോപ്പി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ തന്നെ കോരാൻ ഇറങ്ങി. ഉമ്മിൻ്റെ പറ്റയും അപ്പുറമൊക്കെ കോരി നോക്കി. കോരി നോക്കിയിട്ട് ചെറിയ പൊടിമീനും അറിഞ്ഞിൽ വയമ്പ് അങ്ങനത്തെ മീനൊക്കെ ഉള്ളു. പള്ളത്തി ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയൊക്കെ കുറച്ച് കിട്ടുന്നേ ഉള്ളൂ. മുഴുത്ത മീനൊന്നും കോരി നോക്കിയിട്ട് കിട്ടിയൊന്നുമില്ല. നമ്മൾ ഈ കോരുന്നതിൻ്റെ അപ്പുറമായിട്ട് നമ്മളൊരു ചെറിയൊരു കൂട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് ഇടയ്ക്ക് മീനൊക്കെ ഇട്ട് വരും. നമുക്ക് അവിടെ ഇവിടെയൊക്കെ കോരിയിട്ട് ആകെ ഇത്ര പൊടിമീനെ കിട്ടുള്ളൂ. വളരെ കുറച്ച് മാത്രം.